ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ ഈ ടോണിച്ചായ, നിങ്ങളിപ്പോൾ സൈഡിൽ കാണുന്ന ടോണിച്ചായൻ്റെ വീഡിയോ ആണ് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരാണ് ടോണിച്ചായൻ അല്ലേ? കോട്ടയത്തെ ഒരു ജ്വല്ലറി ഉടമയാണ്. മറ്റു ബാക്കി പറഞ്ഞ ഒരു ജ്വല്ലറി ഉടമ. നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷമായുള്ളൂ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ ഇങ്ങനെ ഇറഗുലറായിട്ട് കാണാൻ തുടങ്ങിയിട്ട്. എനിക്ക് തുടക്കം മുതലേ എന്തോ ഒരു നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ടിങ് കാണിക്കുന്ന പോലെയായിട്ട് തോന്നി. അത് അദ്ദേഹത്തിൻ്റെ പരസ്യമായിരിക്കാം. അദ്ദേഹം ഒരു ജ്വല്ലറി ബിസിനസ്സുകാരനാണ്. ടോണി അച്ചായ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. കോട്ടയം അച്ചായ എന്നോ അങ്ങനെ എന്ത് വേണം വിളിക്കാം, ടോണി അച്ചായ. അപ്പം അച്ചായൻ ഗോൾഡ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അച്ചായ എന്ന് പറഞ്ഞ പേരാണ് ഇപ്പം ഫേമസ് ആയിട്ടുള്ളത്, അച്ചായൻ ഗോൾഡ്. അപ്പോൾ ഇദ്ദേഹം കാണിക്കുന്ന ഈ വിഷ്വൽ കണ്ടോ? ഈ വിഷ്വൽ അദ്ദേഹം കേട്ടോ, അതിനകത്ത് അവരോട് ചോദിക്കുവാണ്, നിങ്ങളല്ല പറഞ്ഞത്, മറ്റുള്ള ചാനലുകാർ വളച്ചൊടിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിക്കും ഈ ലൈഫ് ഇത് തിരുവനന്തപുരത്തെ ഒരു മച്ചാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഇതുപോലെ ചാരിറ്റി ഒക്കെ ചെയ്യുന്ന ഒരു താടിയൊക്കെ വെച്ച ഒരു ബ്ലോഗറുണ്ട്. ഇദ്ദേഹം ഇവരുടെ വീട്ടിൽ നേരത്തെ പോകുന്ന വിഷ്വൽ അദ്ദേഹത്തിന്റെ ചാനൽ, നിങ്ങൾക്ക് ആ ചാനലിന്റെ പേര് ഞാൻ മറന്നുപോയി, ഇന്നലെ ഞാൻ അത് കാണുകയാണ്. അപ്പൊ ഏറ്റവും ആദ്യം അവരുടെ വീട്ടിൽ പോയത് ആ മച്ചാനാണ് പോയത്. അപ്പൊ മച്ചാൻ പോയിട്ട് അദ്ദേഹം അവർക്ക് അരി സാധനങ്ങളൊക്കെ മേടിച്ച് തലചുമടായി അവിടെ എത്തിച്ചു. അദ്ദേഹം വന്നിട്ട് ഇന്നലെ പറഞ്ഞ കാര്യം ഇതാണ്, ഇതിനു മുമ്പ് അച്ചായ ആ വീട്ടിൽ വന്നിട്ട് ഇവർക്ക് പൈസ കൊടുത്തു അല്ലെങ്കിൽ വീട് വെച്ച് കൊടുക്കാന്ന് ഓഫർ ചെയ്തതൊന്നും ഇവര് പറഞ്ഞില്ല. അതവിടെ നിൽക്കട്ടെ, നമ്മൾ അച്ചായൻ്റെ കയ്യിലേക്ക് പോവാം. അച്ചായൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു അല്ലേ, ഇത് നല്ലത് അല്ലയോ എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉന്നയിക്കുന്നത്. അച്ചായൻ്റെ ആണ് മുഴുവൻ പണവും. ഇപ്പോൾ വീട് വെച്ചേക്കുന്നത് ഇവർ പറയുന്ന വീട് ഒരു അച്ചായൻ്റെ ആണോ എന്നാണ്. ഇതിൽ വലിയൊരു വസ്തുതയുണ്ട്. ലൈഫ് മിഷൻ എന്ന് പറഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമിലാണ് ഇതിൻ്റെ തറ വരെ പണിതിട്ടത്. 4 ലക്ഷം രൂപ വരെ ഗവൺമെൻറ് ഇതിനു വേണ്ടി നീക്കി വെച്ചേക്കുന്നതാണ്. അപ്പം 4 ലക്ഷം രൂപ വേണം ഒരു തറ നിർമ്മിക്കാമെന്ന ചോദ്യം പ്രശസ്തമായ ചോദ്യമാണ്. അവിടെ അത് നിൽക്കട്ടെ. എങ്കിൽ ഇരുന്നാലും ഈ സ്ട്രക്ചർ നമ്മുടെ നാട്ടിലൊക്കെ 1-2 മുറിയൊക്കെ ഉള്ള ഒരു വീട് നമുക്ക് സ്ട്രക്ചർ വാർക്കാനും തേക്കാനും ഒക്കെ 4 ലക്ഷം കൊണ്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. 2 മുറിയല്ലേ ആകപ്പാടെ ഇങ്ങനെ ചെയ്യുന്നവർ ചെയ്തുവാ. ഇപ്പം അച്ചായൻ്റെ വീഡിയോസിൽ അച്ചായൻ പറയുന്ന കാര്യം ഈ വീട് പൂർണ്ണമായി അച്ചായൻ്റെ ആണെന്ന് പറഞ്ഞ് പൂർണ്ണമായും ചെയ്ത അച്ചായൻ, അത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. ഇദ്ദേഹം ഒരു സമൂഹത്തോട് ചെയ്യുന്ന ഒരു തെറ്റാണ്. കാരണം ഇതിന് തെളിവുകളും കാര്യങ്ങളൊക്കെ മറ്റ് വീഡിയോ ചാനലുകാരൊക്കെ പുറത്ത് പറയുന്നുണ്ട്. അതിനകത്ത് ഈ ഉടമകൾ തന്നെ പറയുന്നുണ്ട് ലൈഫ് മിഷന് ഇത്ര തുക കിട്ടിയെന്ന്. അപ്പം പൂർണ്ണമായും അച്ചായൻ്റെ പണമല്ല അതിനകത്തുള്ളത്. അത് നമ്മളത് ഈ ടോണി അച്ചായൻ്റെ പണമല്ല എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചാൽ മതി. മറ്റ് സഹായങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്, വീടിന് വേണ്ടിയിട്ട് ലൈഫ് മിഷൻ്റെ ഇതിൽ കിട്ടിയിട്ടുണ്ട്. പൂർണ്ണമായും ഇദ്ദേഹമാണ് ഇത് ചെയ്തതെന്നുള്ള ഒരു ഇതാണ് ഇദ്ദേഹം പറഞ്ഞേക്കുന്നത്. അതിൽ തന്നെ തെറ്റായ കാര്യമാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വീഡിയോകൾ കംപ്ലീറ്റ് എന്നാ പറയണ്ടേ, അദ്ദേഹം ഒരു നന്മമരമാണെങ്കിൽ ഈ നന്മ ചെയ്യുന്നത് എന്തിനാണ് ഈ വിഷ്വലായിട്ട് എടുത്തിരുന്നത്? ആരും ആയിക്കോട്ടെ, ഈ വിഷ്വൽസ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കാശാക്കേണ്ട കാര്യമില്ലല്ലോ. സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഇതിങ്ങനെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഊർജ്ജം കൂട്ടുകയാണ്. ഇപ്പം ഇത് കാണുന്നവർക്ക് ഇത് തന്ത്രമാണ്. നമ്മൾ എന്താ പറയുക, ലോകത്ത് അല്ലേ ഇതെന്ത് തന്ത്രമാണെന്ന് ചോദിക്കും. ബോബി ചെമ്മണ്ണൂർ ഒരു ഉദാഹരണമാണ്. ഇതുപോലെ തന്നെയാണ്, ആദ്യം പൈസ മുടക്കണ്ട. ഇതുപോലത്തെ കോമാളിത്തരങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇത് കോമാളിത്തരം അല്ല കേട്ടോ, അങ്ങനെ ഞാൻ പറയുകയല്ല. ഇത് ബോബി ചെമ്മണ്ണൂർ പല കോമാളിത്തരം കാണിക്കും. ഈ അച്ചായൻ കാണിച്ചത്, അച്ചായൻ 40ാമത്തെ വീട് വെച്ചപ്പോഴാണ് ഈ വീടിൻ്റെ പ്രശ്നം വന്നത്. അപ്പോൾ പുള്ളി ചോദിക്കുന്ന ചോദ്യം, 40 വീട് വെച്ചപ്പോൾ ഇല്ലാത്ത വിഷയം എന്തുകൊണ്ട് ഇതിൽ വന്നു? അതൊരു പ്രശസ്തമായ ചോദ്യമാണ്. ഈ 40 ഇപ്പം എല്ലാവരും പറയുന്നത് PR വർക്ക്. ഒരുപാട് പേര് പറയുന്നുണ്ട് ഒരു കമ്പനിയെ ഏൽപ്പിച്ചിട്ടാണ് അച്ഛൻ ഇത് ചെയ്യുന്നത്. ശരിയായിരിക്കാം, ഒരു കമ്പനിയെ ഏൽപ്പിച്ച് അവർ പറയുന്ന സ്ക്രിപ്റ്റിലാണ് ഈ കാര്യങ്ങൾ വീട്ടുകാർ പറയുന്നതും. അല്ലാതെ നമ്മൾ ഒരു ക്യാമറയും കൊണ്ട് പോയി അവിടെ ചെന്ന് ഒരു വീട്ടുകാരെ കണ്ടാൽ അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടുകാർ പറയുമോ ഇങ്ങനത്തെ? ഇതൊരു സ്ക്രിപ്റ്റ് ബേസ്ഡ് ആയിട്ടാണ് അച്ചായൻ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. പക്ഷെ അച്ചായനോട് എനിക്ക് പറയാനുള്ളത്, അച്ചായൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് വീട്ടുകാരോ അല്ലെങ്കിൽ തെളിവ് സഹിതങ്ങൾ പുറത്തു വരിക. ഈ വീടിന് ലൈഫ് മിഷൻ്റെ ഇത്ര ലക്ഷം രൂപ കിട്ടിയെന്നും പറഞ്ഞ ഒരു മറ്റ് വീഡിയോകളിലൊക്കെ പറയുന്നുണ്ട്. ആ വീട്ടുകാർ തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അച്ചായൻ്റെ മറ്റ് വീഡിയോ നിങ്ങൾ നോക്കുക. ഈ അച്ചായൻ TV-കാരോടും ചോദിച്ച സോഷ്യൽ മീഡിയയിലെ മറ്റ് ചാനലുകാരോടും പറയാണ്, എൻ്റെ പേര്, ഞാൻ വീട് വെച്ച് കൊടുത്തു എന്ന് എൻ്റെ പേര് പറയാതിരുന്നത്. ഈ വിഷയം നോക്കിയേ, അച്ചായന് ഭയങ്കര വിഷമമായി പോയെന്ന്. എൻ്റെ പൊന്നച്ചായ, നിങ്ങൾ അല്ലേ ഒരു കൈക്ക് ചെയ്യുന്നത് മറുകൈ അല്ലേ, ഒരു കൈക്ക് ചെയ്യുന്നത് മറുകൈ അറിയാൻ പാടില്ല എന്നല്ല ബൈബിളിലൊക്കെ പറഞ്ഞേക്കുന്നത്. അത് നിങ്ങളൊരു അച്ചായനല്ലോ, സത്യക്രിസ്ത്യാനിയാണോ? ആയിരിക്കാം, സത്യക്രിസ്ത്യാനിയാണോ, ആരെങ്കിലും ആയിക്കോട്ടെ. നമ്മൾ ചെയ്യുന്ന സേവനം അല്ലെങ്കിൽ നമ്മളൊരു വീട് വെച്ച് കൊടുക്കുന്നു രോഗികൾക്ക്, ഇതൊന്നും നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലെന്നേ. നിങ്ങൾ വീഡിയോ പിടിച്ച് ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിലിട്ട് പ്രചരിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ?
അതുകൊണ്ട് നിങ്ങൾ റീച്ച് കിട്ടാൻ വേണ്ടി തന്നെയും നിങ്ങളുടെ സ്വർണം വിൽക്കാൻ കൂടുതൽ ഇത് കാണുന്നവർ മനസ്സിലിഞ്ഞ് നിങ്ങളുടെ കടയിൽ കയറും. കാരണം ചാരിറ്റി ചെയ്യുന്ന ഒരാളുടെ കടയിൽ നിന്ന് വെച്ച് സാധനം വാങ്ങുമ്പോൾ അത് ചാരിറ്റി ആയിട്ട് പോകുന്നുള്ള അത് ഭയങ്കര ഒരു ബിസിനസ് ട്രിക്കാണ് അച്ചായൻ ഇനിയും ഇതുപോലത്തെ വീഡിയോകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ ഇതുപോലത്തെ ആളുകൾക്ക് അല്ലെങ്കിൽ ഇതുപോലെ വീടുകളൊക്കെ നിർമ്മിച്ച് നല്ല കാര്യമാണ്, എല്ലാവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളത് എനിക്കും അറിയാം. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ ആരൊക്കെ ആ വീടിനെ സഹായിച്ചു എന്ന് പുറത്തു പറയുക. ഇതിപ്പം മറ്റേ നമ്മുടെ ഒരു വലിച്ചു കീറി ഒട്ടിക്കുന്ന ഒരു ബ്ലോഗറുണ്ട്. ആ ബ്ലോഗറുമായിട്ടാണ് അച്ഛൻ്റെ ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നേക്കുന്നത്. ആ ബ്ലോഗർ ചെയ്തപ്പോഴാണ് ഏറ്റവും കൂടുതൽ വിഷയം ഇതിലേക്ക് വന്നേക്കുന്നത്. അതുകൊണ്ട് അച്ഛൻ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇനി വീട് വെക്കുമ്പോൾ ആരാണ് ഈ ഫണ്ട് മുടക്കുന്നത് ഫുൾ ഡീറ്റെയിൽസ് ബില്ലടക്കം അച്ചായൻ്റെ കയ്യിലുണ്ടല്ലോ, അത് കാണിച്ചേക്ക്. കാരണം ലൈഫ് മിഷൻ്റെ ആണോ അല്ലെങ്കിൽ വേറെ ആൾക്കാർ ഇതിനു വേണ്ടി വരുമെന്നോ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ആ വീട്ടുകാരുടെ ഭാഗത്തും എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് പോലെ നമുക്ക് തോന്നുന്നുണ്ട് അവരുടെ സംസാരത്തിലും അവർ പറയുന്നതിലും. കാരണം ഇതിന് മുമ്പത്തെ തിരുവനന്തപുരം മച്ചാൻ എന്ന് പറഞ്ഞ ബ്ലോഗർ പോയിട്ട് അവിടെ ഇൻ്റർവ്യൂ ചെയ്തപ്പോഴും അവർക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ ഇതിനു മുമ്പ് ഇവിടെ വന്ന അരിയും സാധനങ്ങളൊക്കെ തന്നതെന്ന് അവർ പറഞ്ഞിട്ടേ ഇല്ല. അതിൽ തന്നെ വലിയൊരു കോൺട്രഡിക്ഷൻ ഉണ്ട്. എന്നിരുന്നാലും അച്ചായൻ്റെ ഈ ഒന്നെങ്കിൽ നിർത്തുക, അല്ലെങ്കിൽ ആൾക്കാർ അറിയുന്നത്. ഇപ്പോൾ 40 ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത അച്ചായൻ ഈ എന്തിനീ പ്രൊമോഷനും വീഡിയോയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി ഓക്കെ, മറ്റൊരു വിഷയമായി കണ്ടുപിട്ടാം. ഓക്കെ, ബൈ.